ഞാൻ LB അക്കാദമിയിൽ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന മിസ്സാണ്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ബാച്ച് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെക്കുറിച്ച്, നമ്മുടെ കോഴ്സുകളെക്കുറിച്ച് നിങ്ങൾ ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ SI ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 21 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ 20 MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 21ാമത് തൊട്ട് 35 വരെ നമുക്ക് 1 വേർഡിൽ ഉത്തരം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 35 മാർക്കോളം, 21ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമുക്ക് 2 മാർക്കാണ് വരുന്ന ഒരു ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് ഇത് എഴുതി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം പറയുന്നത്. അതിൽ നിന്ന് നമ്മുടെ ശരിയായ ആൻസർ സെലക്ട് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ, ഓൾ ടാക്സസ് ആർ ലെവീഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓപ്ഷൻ ബി, ഓൺലി ഡയറക്റ്റ് ടാക്സസ് ആർ ലെവീഡ് ബൈ ദ ഗവൺമെൻറ്. ഓപ്ഷൻ സി, ഓൺലി ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ലെവീഡ് ബൈ ദ ഗവൺമെൻറ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഒന്നും ശരിയല്ല. എന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും ഒക്കെ ചുമത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഫേം ഹാസ് നോ കൺട്രോൾ ഓവർ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഇറ്റ് പ്രൊഡ്യൂസസ് അണ്ടർ ഡാഷ്. അതായത് ഒരു ഫേമിന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ലാത്തത് എവിടെയാണ്? ഓപ്ഷൻ എ, മോണോപ്പൊളി. ഓപ്ഷൻ ബി, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓപ്ഷൻ സി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ബി ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഈസ് ഈക്വൽ ടു. വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഏതുമായിട്ട് ഈക്വൽ ആണ്? ഓപ്ഷൻ എ, 1/MPC. ഓപ്ഷൻ ബി, 1/MPS. ഓപ്ഷൻ സി, 1/APC. ഓപ്ഷൻ ഡി, 1/APS. ഓപ്ഷൻ എ ആണ് 1/MPC. MPC എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. MPS എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. APC എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. APS എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 1/MPC. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് കോൾഡ്. നാഷണൽ പ്രോഡക്റ്റും ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓപ്ഷൻ എ, ഫാക്ടർ ഇൻകം എബ്രോഡ്. ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓപ്ഷൻ ബി, ഫാക്ടർ ഇൻകം ടു എബ്രോഡ്. ഓപ്ഷൻ സി, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ സി ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നാഷണൽ പ്രോഡക്റ്റും ഡൊമസ്റ്റിക് പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രോസ് ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഈക്വൽ ടു. ഗ്രോസ് ഇൻഡയറക്റ്റ് ടാക്സസ് താഴെ പറഞ്ഞതിൽ ഏതുമായിട്ടാണ് ഈക്വൽ ആയിരിക്കുന്നത്? ഓപ്ഷൻ എ, ഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഓപ്ഷൻ ബി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. ഓപ്ഷൻ സി, ഇൻഡയറക്റ്റ് ടാക്സസ് മൈനസ് ഡയറക്റ്റ് ടാക്സസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ ഡി ആണ് നൺ ഓഫ് ദ എബോവ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഒന്നും ഇൻഡയറക്റ്റ് ടാക്സസ് ഗ്രോസ് ഇൻഡയറക്റ്റ് ടാക്സസുമായിട്ട് ഈക്വൽ അല്ല. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഫിക്സസ് ദ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഗവൺമെൻറ്. ഓപ്ഷൻ ബി, ഫൈനാൻസ് മിനിസ്റ്റർ. ഓപ്ഷൻ സി, സെൻട്രൽ ബാങ്ക്. ഓപ്ഷൻ ഡി, കൊമേഴ്സ്യൽ ബാങ്ക്. ഓപ്ഷൻ സി, സെൻട്രൽ ബാങ്ക് ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മാർക്കറ്റ് ദ ഫേം cannot ഇൻഫ്ലുവൻസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. ഏത് മാർക്കറ്റിലാണ് ഫേമിന് പ്രോഡക്റ്റിനെ
പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കാത്തത്. ഓപ്ഷൻ എ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഓപ്ഷൻ ബി മോണോപ്പൊളി, ഓപ്ഷൻ സി ഒളിഗോപ്പൊളി, ഓപ്ഷൻ ഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓപ്ഷൻ ഡി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വിച്ച് റെഡ്യൂസസ് ലയബിലിറ്റീസ് ഈസ് കോൾഡ്. അതായത് ഗവൺമെന്റ് എല്ലാ ബാധ്യതകളും കുറയ്ക്കുന്ന സർക്കാർ ചെലവ് ഇതിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി എയ്തർ എ ഓർ ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ എ ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ 9ാമത്തെ ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ, ആൻഡ് ഇക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ. എപ്പോഴാണ് ഒരു ഇക്കോണമി ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്? എ ഈസ് ഇക്വൽ ടു ഓപ്ഷൻ എ സി ഈസ് ഇക്വൽ ടു എസ്, ഓപ്ഷൻ ബി ഐ ഈസ് ഇക്വൽ ടു എസ്, ഓപ്ഷൻ സി വൈ ഈസ് ഇക്വൽ ടു സി പ്ലസ് എസ്, ഓപ്ഷൻ ഡി ഐ ഈസ് ഇക്വൽ ടു വൈ. ഓപ്ഷൻ ഡി ആണ്, ഐ ഈസ് ഇക്വൽ ടു വൈ. ഇവിടെ സി എന്ന് പറയുന്ന കൺസംഷൻ ആണ്, എസ് എന്ന് പറയുന്ന സേവിങ്സ് ആണ്, ഐ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, വൈ എന്ന് പറയുന്നത് ഇൻകം ആണ്. 10th ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ടാക്സസ് ആർ ലെവീഡ് ബൈ. ഡയറക്റ്റ് ടാക്സസ് ചുമത്തുന്നത് ആരാണ്? ഓപ്ഷൻ എ ആർ ബി ഐ, ഓപ്ഷൻ ബി കൊമേഴ്സ്യൽ ബാങ്ക്, ഓപ്ഷൻ സി സെൻട്രൽ ഗവൺമെൻറ്, ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ. ഓപ്ഷൻ സി സെൻട്രൽ ഗവൺമെൻറ് ആണ്. 11th ക്വസ്റ്റ്യൻ, റവന്യൂ എക്സ്പെൻഡിച്ചർ ക്രിയേറ്റ്സ്. ഓപ്ഷൻ എ ലയബിലിറ്റി, ഓപ്ഷൻ ബി ആൻ അസറ്റ്, ഓപ്ഷൻ സി എയ്തർ ആൻ അസറ്റ് ഓർ എ ലയബിലിറ്റി, ഓപ്ഷൻ ഡി നെയ്തർ ആൻ അസറ്റ് നോർ എ ലയബിലിറ്റി. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ലയബിലിറ്റി ആണ്. 12th ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മാർക്കറ്റ് പ്രോഡക്റ്റ് ഈസ് ഹോമോജീനിയസ്. ഏത് മാർക്കറ്റിലെ പ്രോഡക്റ്റ് ആണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഇൻ ഒളിഗോപ്പൊളി, ഓപ്ഷൻ ബി ഇൻ മോണോപ്പൊളി, ഓപ്ഷൻ സി ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഓപ്ഷൻ ഡി ഇൻ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓപ്ഷൻ സി ആണ്, ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. 13th ക്വസ്റ്റ്യൻ, വെൻ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് അഫക്ട്സ് ദ ഡിമാൻഡ് ഫോർ ഗുഡ് വൈ, ദെൻ എക്സ് ആൻഡ് വൈ ആർ. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു ഗുഡിൻ്റെ, ഒരു സാധനത്തിൻ്റെ പ്രൈസ് വൈ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ എക്സും വൈയും എന്ത് പ്രോഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഇൻഫീരിയർ ഗുഡ്, ബി നെസസിറ്റീസ്, സി ലക്ഷറി ഗുഡ്സ്, ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഓപ്ഷൻ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഗുഡ്സ് ആയതുകൊണ്ടാണ് സാധനം എക്സിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായപ്പോൾ വൈ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡിമാൻഡിൽ വ്യത്യാസമുണ്ടായത്. 14th ക്വസ്റ്റ്യൻ, സെൻട്രൽ പ്രോബ്ലംസ് എറൈസ്. ഓപ്ഷൻ എ ഓൺലി ഇൻ പുവർ കൺട്രീസ്, ഓപ്ഷൻ ബി ഓൺലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഓപ്ഷൻ സി ഓൺലി ഇൻ സ്മോൾ കൺട്രീസ്, ഓപ്ഷൻ ഡി ഇൻ ഓൾ കൺട്രീസ്. അതായത് സെൻട്രൽ പ്രോബ്ലം എവിടെയാണ് ഉണ്ടാകുന്നത്? പുവർ കൺട്രീസിൽ മാത്രമാണ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ മാത്രമാണ്, ചെറിയ രാജ്യങ്ങളിൽ മാത്രമാണ്, അതോ എല്ലാ രാജ്യങ്ങളിലുമാണോ? നമുക്കറിയാം എല്ലാ രാജ്യത്തും സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഓപ്ഷൻ ഡി ആണ്, ഇൻ ഓൾ കൺട്രീസ്. 15th ക്വസ്റ്റ്യൻ, എ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓൺ ദ ഡിമാൻഡ് കർവ് ഓഫ് എ കമ്മോഡിറ്റി ഷോസ്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ ഫോൾ ഇൻ പ്രൈസ്, ഓപ്ഷൻ ബി റൈസ് ഇൻ പ്രൈസ്, ഓപ്ഷൻ സി റൈസ് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ എ ആണ്, ഫോൾ ഇൻ പ്രൈസ്. 16th ക്വസ്റ്റ്യൻ, ഡിമാൻഡ് കർവ് ഓഫ് എ കമ്മോഡിറ്റി ഷോസ്. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള പോസിറ്റീവ് റിലേഷൻഷിപ്പാണ്. ഓപ്ഷൻ ബി ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ നീഡ്സ്. ഒരു കൺസ്യൂമറിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയെയാണ്. ഓപ്ഷൻ സി ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നമുക്കറിയാം
പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ ഡിമാൻഡ് കർവ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ദ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അടുത്ത 17th ക്വസ്റ്റ്യൻ, ഫോർ ലോ ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റീസ്. ലോ ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ, there are no assumptions. ബി, ഓപ്ഷൻ ബി, assumptions are applicable only in underdeveloped countries. ഓപ്ഷൻ സി, has no exceptions. ഓപ്ഷൻ ഡി, has some conditions. നമുക്കറിയാം നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ്, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഇതെല്ലാം ഓരോ അസംഷൻസിൻ്റെ അല്ലെങ്കിൽ കണ്ടീഷൻസിൻ്റെ ബേസിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹാസ് സം കണ്ടീഷൻസ്. അടുത്ത 18th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മണി. താഴെ പറയുന്നവയിൽ ഏതാണ് ഫംഗ്ഷൻ ഓഫ് മണി എന്ന് പറയുന്നത്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഓപ്ഷൻ എ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഓപ്ഷൻ ബി, സ്റ്റോർ ഓഫ് വാല്യൂ. ഓപ്ഷൻ സി, ഹെൽപ്പ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി. നമുക്കറിയാം മണിയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ. ഇത് രണ്ടുമാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി, എ ആൻഡ് ബി എന്നുള്ള ആൻസറാണ് നമ്മളവിടെ എഴുതേണ്ടത്. 19th ക്വസ്റ്റ്യൻ, വെൻ ഡിമാൻഡ് കർവ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് പാരലൽ ടു OY ആക്സിസ് ദെൻ ദ ഡിമാൻഡ് ഫോർ ദാറ്റ് കമ്മോഡിറ്റീസ്. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് OY ആക്സിസിന് പാരലൽ ആണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഓപ്ഷൻ ബി, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഓപ്ഷൻ സി, ഹൈലി ഇലാസ്റ്റിക്. ഓപ്ഷൻ ഡി, ഹൈലി ഇൻഇലാസ്റ്റിക്. ഓപ്ഷൻ ബി ആണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അടുത്ത 20th ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതൊക്കെയാണ്? ഓപ്ഷൻ എ, ടാക്സസ്. ഓപ്ഷൻ ബി, ഫൈൻസ്. ഓപ്ഷൻ സി, ഡൊണേഷൻസ്. ഓപ്ഷൻ സി, ഡൊണേഷൻസ്. ഓപ്ഷൻ ഡി, ഓൾ ദ എബവ്. ഓപ്ഷൻ ഡി ആണ്, ഓൾ ദ എബവ് ആണ് ആൻസർ വരുന്നത്. അതായത് ഇവയൊന്നും നമ്മുടെ നാഷണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്ത ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അടുത്ത പാർട്ടിൽ പറഞ്ഞു തരാം. അടുത്ത നമുക്ക് 21st ക്വസ്റ്റ്യൻ തൊട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻ ഒന്നും തന്നിട്ടില്ല. കറക്റ്റായ ഓപ്ഷൻ നമ്മൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 21 തൊട്ട് 35 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. MCQ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. 21st ക്വസ്റ്റ്യൻ, ഓണർ ഓഫ് എ പ്രൊഡക്ഷൻ യൂണിറ്റ് വർക്കിംഗ് ആസ് മാനേജർ ഈസ് ഡാഷ് കോസ്റ്റ് വൈൽ റെൻറ്റ് പെയ്ഡ് ഈസ് ഡാഷ് കോസ്റ്റ്. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ മാനേജറായിട്ട് അതിൻ്റെ ഓണർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വരുന്ന കോസ്റ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. വൈൽ റെൻറ്റ് പെയ്ഡ് ഈസ് ഡാഷ് കോസ്റ്റ്. അദ്ദേഹം ആ പ്രൊഡക്ഷൻ യൂണിറ്റ് നടത്തുന്നതിന് ഒരു വാടക കൊടുക്കുന്നുണ്ട്, ആ ബിൽഡിങ്ങിന് ഒരു വാടക കൊടുക്കുന്നുണ്ട്. അത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആണ്. അതായത് നമ്മുടെ സ്ഥാപനത്തിനകത്തുണ്ടാകുന്ന കോസ്റ്റ് ആണെങ്കിൽ അത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആണ്. നമുക്ക് സ്വയം ഉണ്ടാകുന്ന കോസ്റ്റ് ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതേസമയം നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കോസ്റ്റ് ആണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. 22nd, സ്റ്റേ ട്രൂ ഓർ ഫോൾസ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്യാൻ ബി 0. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആണ്. ട്രൂ ആണ്. ദെൻ സെക്കൻഡ് വൺ, ഡിമാൻഡ് കർവ് പാരലൽ ടു എക്സ് ആക്സിസ് ഇൻഡിക്കേറ്റ് ഇൻഫിനിറ്റി ഇലാസ്റ്റിസിറ്റി. അതായത് ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിന് പാരലായിട്ട് വന്നാൽ അവിടെ ഇൻഫിനിറ്റി ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത്. ട്രൂ ആണ്. ഇവിടുത്തെ രണ്ടും ട്രൂ ആണ്. 22nd 2 ഉത്തരവും ട്രൂ എന്നതാണ്. ദെൻ 23rd ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടേസ്റ്റ് ഇൻ ഫേവർ ഓഫ് എ ഗുഡ് കോസസ് ഡാഷ് ഇൻ ഡിമാൻഡ് വൈൽ ഫോൾ ഇൻ പ്രൈസ് ഓഫ് ദ ഗുഡ് കോസസ് ഡാഷ് ഓഫ് ഡിമാൻഡ്. അതായത് ഒരു ഉൽപ്പന്നത്തിൻ്റെ അനുകൂലമായ ടേസ്റ്റിലുണ്ടാകുന്ന മാറ്റം ഡിമാൻഡിൽ
ഡാഷ് ഉണ്ടാക്കുന്നു, ഇൻക്രീസ് ഉണ്ടാക്കുന്നു. ദെൻ എന്നാൽ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ കുറവ് വന്നാൽ ഡിമാൻഡിൽ ഡിക്രീസ് ഉണ്ടാകുന്നു. അതായത് ഫസ്റ്റ് ഡാഷിൻ്റെ അവിടെ ഇൻക്രീസും സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ ഡിക്രീസുമാണ് എഴുതേണ്ടത്. 24th question. An economy which has economic relation with the rest of the world is a dash economy. അതായത് റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് ഒരു ഇക്കണോമിക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്കോണമിയെ ഡാഷ് ഇക്കോണമി എന്ന് പറയുന്നു. ഓപ്പൺ ഇക്കോണമി. ഫസ്റ്റ് വൺ ഓപ്പൺ ഇക്കോണമിയാണ്. അടുത്ത സെക്കൻഡ് വൺ ഇൻകം ഏൺഡ് ബൈ ദോസ് ഹു പ്രൊവൈഡ് ഫണ്ട്സ് ടു ദ പ്രൊഡക്ഷൻ യൂണിറ്റ് ഈസ് കോൾഡ് ഡാഷ് ഇൻകം. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഇൻകത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എന്ന് പറയുന്നു. സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം. അടുത്ത 25th question. ആൻസർ ഇൻ വൺ വേർഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ 10% fall in price causes 20% fall in supply. What is price elasticity of supply? അതായത് പ്രൈസിൽ 10% ചേഞ്ച് ഉണ്ടായപ്പോൾ സപ്ലൈയിൽ 20% കുറവ് വന്നു. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്ന 20/10 ആണ്. അതായത് ക്വാണ്ടിറ്റി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് 20/10 ഈക്വൽ ടു 2. ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ 2 ആണ്. വെൻ വിത്ത് ചേഞ്ച് ഇൻ പ്രൈസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ സപ്ലൈ ദ സപ്ലൈ കർവ് ഈസ് പാരലൽ ടു ഡാഷ് ആക്സിസ്. അതായത് പ്രൈസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല, അല്ല പ്രൈസ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് പക്ഷെ സപ്ലൈ ചേഞ്ച് ഉണ്ടാകുന്നില്ല. അപ്പോൾ സപ്ലൈ കർവ് പാരലൽ ടു ഡാഷ് ആക്സിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ അല്ല, അതിൻ്റെ ആൻസർ വെർട്ടിക്കൽ ആക്സിസ് ആണ്, വെർട്ടിക്കൽ ആക്സിസ്. ദെൻ 26th question. When sellers are not allowed to raise price beyond a level, it is called price dash. അതായത് ഒരു സെല്ലർക്ക് ഒരു ലെവലിന് മുകളിലേക്ക് പ്രൈസ് ഉയർത്താനായിട്ട്, അവരുടെ സാധനത്തിൻ്റെ പ്രൈസ് ഉയർത്താനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനത്തെ പ്രൈസിന് എന്താണ് പറയുന്നത്? സീലിംഗ് പ്രൈസ്. 26th സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ മിനിമം വേജ് ലെവൽ ഈസ് എ ഡാഷ് പ്രൈസ്. മിനിമം വേജ് ലെവൽ എന്ന് പറയുന്ന ഫ്ലോർ പ്രൈസ് ആണ്. അതായത് നമ്മൾ തറവില താങ്ങുവില എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. തറവിലയും താങ്ങുവിലയും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലർക്ക് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന സീലിംഗ് പ്രൈസ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലോർ പ്രൈസ് ആണ്. 27th question. വാല്യൂ ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ഈസ് ഡാഷ് കോസ്റ്റ്. എപ്പോഴും ഓർത്തോളുക, നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് കണ്ടാൽ തന്നെ ഓർത്തോളുക അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. 27th ഫസ്റ്റ് വൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. സെക്കൻഡ് വൺ ഇൻ ബിസിനസ് അക്കൗണ്ട്സ് ഓൺലി ഡാഷ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് കോസ്റ്റ്. അതായത് ബിസിനസ് അക്കൗണ്ടുകളിൽ ഡാഷ് ചെലവുകൾ മാത്രമാണ് കോസ്റ്റായി കണക്കാക്കുന്നത്. റെലവൻറ്റ് കോസ്റ്റ് ആണ് കേട്ടോ, റെലവൻറ്റ് കോസ്റ്റ്. 28th question. Fill in the blanks. Goods and services tax is an dash tax. Why wealth tax is a dash tax. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന എന്ത് തരം ടാക്സ് ആണ്, വെൽത്ത് ടാക്സ് എന്ന് പറയുന്ന എന്ത് തരം ടാക്സ് ആണെന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഈസ് ആൻ എന്ത് ടാക്സ് ആണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. വെൽത്ത് ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. അടുത്ത 29th question. ട്രൂ ഓർ ഫോൾസ്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ്. ഫസ്റ്റ് വൺ ABC curve lies above the ATC curve. അതായത് ABC curve ATC curveന് താഴെയാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഫോൾസ് ആണ്. ദെൻ 29th സെക്കൻഡ് ക്വസ്റ്റ്യൻ.
AFC curve is sloping downward. AFC curveന്റെ സ്ലോപ്പ് എന്ന് പറയുന്ന ഡൗൺവേർഡ് ആണ്. അത് ട്രൂ ആണ്. സെക്കൻഡ് വൺ ട്രൂ ആണ്. 29ാമത്തെ ഫസ്റ്റ് വൺ ഫാൾസ് ആണ്. സെക്കൻഡ് വൺ ട്രൂ ആണ്. 13th question. Dash competition is the form of market where product of different firms are dashed by the buyers while the same is not true with the dash competition. അതായത് ഡാഷ് കോമ്പറ്റീഷൻ എന്നത് വിപണിയുടെ ഒരു രൂപമാണ്. അതിൽ വിവിധ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഡാഷ് ആയി കാണുന്നു. എന്നാൽ ഇത് ഡാഷ് കോമ്പറ്റീഷനിൽ സത്യമല്ല. ഇപ്പം നമുക്കറിയാം ഫസ്റ്റ് വൺ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നത് വിപണിയുടെ മാർക്കറ്റിൻ്റെ ഒരു രൂപമാണ്. അവിടെ വിവിധ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഹോമോജീനിയസ് ആയിരിക്കും, ഒരേപോലത്തേതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡാഷിൻ്റെ അവിടെ പെർഫെക്റ്റ് ആണ് വരുന്നത്. സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ ഹോമോജീനിയസ് ആണ് വരുന്നത്. തേർഡ് ഡാഷിൻ്റെ അവിടെ ഇംപെർഫെക്റ്റ് ആണ് വരുന്നത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. Then 31th question. State true or false. AVC curve and ATC curve are not parallel to each other. അതായത് AVC curve ATC curve പാരലൽ അല്ല. അത് നമുക്കറിയാം ട്രൂ ആണ്. 31st സെക്കൻഡ് ക്വസ്റ്റ്യൻ. AFC curve is ട്രൂ യു ഷേപ്ഡ്. അതും ട്രൂ ആണ്. അല്ല, അത് ഫോൾസ് ആണ്. സെക്കൻഡ് വൺ ഫോൾസ് ആണ്. 31 ഫസ്റ്റ് ട്രൂ ആണ്. സെക്കൻഡ് വൺ ഫോൾസ് ആണ്. Then 32nd question. Any quantity measured at a point of time is called dash, while when measured over a point of period of time is called dash. അതായത് ക്വാണ്ടിറ്റി ഒരു പോയിന്റ് ഓഫ് ടൈമിലാണെങ്കിൽ അതിനെ സ്റ്റോക്ക് എന്ന് പറയുന്നു. പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സ്റ്റോക്ക് എന്ന് ഓർത്തോളുക. പീരിയഡ് ഓഫ് ടൈം ആണെങ്കിൽ അതിനെ ഫ്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഡാഷിൻ്റെ അവിടെ സ്റ്റോക്ക് ആണ് വരുന്നത്. സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ ഫ്ലോ ആണ് വരുന്നത്. ദെൻ 33rd question. When there is inverse relation price of good X and demand for good Y, the two goods are called dash goods. അതായത് ഒരു ഗുഡ് എക്സ് ഒരു സാധനം, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം വൈ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഡിമാൻഡിനെ നെഗറ്റീവായി അഫക്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ് കേട്ടോ. കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഫസ്റ്റ് വൺ 33 ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. സെക്കൻഡ് വൺ വെൻ ദെയർ ഈസ് ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ഓഫ് ഗുഡ് എ ആൻഡ് ഡിമാൻഡ് ഫോർ ഗുഡ് ബി, ദ ടു ഗുഡ്സ് ആർ കോൾഡ് ഡാഷ് ഗുഡ്സ്. അതായത് ഒരു ഗുഡ് എയുടെ വിലയിലുണ്ടാകുന്ന വ്യത്യാസം ഗുഡ് ബിയുടെ ഇതിലും ഒരു പോസിറ്റീവ് ഡിമാൻഡിൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു എങ്കിൽ അതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. 33 ഫസ്റ്റ് വൺ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. സെക്കൻഡ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. അടുത്ത 34th ക്വസ്റ്റ്യൻ. ഡാഷ് ലെവൽ ഓഫ് ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ പോയിന്റ് വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് ഡാഷ്. അതായത് നിക്ഷേപത്തിനോട് ഡാഷ് തുല്യമാകുന്നിടത്താണ് വരുമാനത്തിൻ്റെ ഡാഷ് നില നിർണ്ണയിക്കുന്നത്. ഫസ്റ്റ് ഡാഷിൻ്റെ അവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് ദ പോയിന്റ് വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽസ് ഡാഷ് സേവിങ്സ്.
അതായത് ഫസ്റ്റ് ഡാഷിൻ്റെ അവിടെ ഇക്വിലിബ്രിയം ആണ് വരുന്നത്, സെക്കൻഡ് ഡാഷിൻ്റെ അവിടെ സേവിങ്സ് ആണ് വരുന്നത്. അടുത്ത 35th ക്വസ്റ്റ്യൻ, വെൻ വിത്ത് ദ റൈസ് ഇൻ ഇൻകം ഓഫ് ദ ബയ്യർ ഡിമാൻഡ് ഫോർ എ ഗുഡ് ഫോൾസ് ഇറ്റ് ഈസ് കോൾഡ് ആൻഡ് ഡാഷ് ഗുഡ്. അതായത് ഒരു ബയ്യറുടെ ഇൻകം വർദ്ധിക്കുമ്പോൾ ഒരു ഗുഡിൻ്റെ ഡിമാൻഡിൽ കുറവുണ്ടാകുന്നു. അങ്ങനെയുള്ള ഗുഡിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഫീരിയർ ഗുഡ്സ് ആണ്. 35ാമത്തെ ഫസ്റ്റ് വൺ ഇൻഫീരിയർ ഗുഡ്സ് ആണ്. ദെൻ സെക്കൻഡ് വൺ, വെൻ വിത്ത് ദ fall in price of a good its demand also falls it is called dash good. അതായത് ഒരു ഗുഡിൻ്റെ വില കുറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഡിമാൻഡും കുറയുവാണെങ്കിൽ അതിന് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഗിഫൺ ഗുഡ്. 35th ഫസ്റ്റ് വൺ ഇൻഫീരിയർ ഗുഡ് ആണ്, സെക്കൻഡ് വൺ ഗിഫൺ ഗുഡ്സ് ആണ്. ഇത്രയാണ് വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. ബാക്കിയുള്ള നമുക്ക് എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ ഞാൻ അത് റിപ്പീറ്റ്